Habibi. Hi. This is Monster Building. I don't know. Yes, this one. ഹലോ ഫ്രണ്ട്സ്, ചിക്കൻ അവാൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹോങ്കോങ്ങിൽ നിന്ന് സ്വാഗതം പറയാണ്. ഹോങ്കോങ്ങിലെ ഏതോ ഒരു ബിൽഡിങ്ങിലല്ല, ഇവിടുത്തെ ഒരു ഹോട്ടലിൽ സ്റ്റേ ആണ്. രാവിലെയായി. ഷാവി, ഗുഡ് മോർണിംഗ്. Shabi, good evening. Wake up. Good evening. Wake up. Good evening. See you. Good evening. Sleep then. Yeah. See you. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയി. അവൾ ഇവിടെ കിടന്ന് ഉറങ്ങുവാണ്. ഇതുവരെയായിട്ട് എണീറ്റില്ല. ഞാൻ രാവിലെ എണീറ്റു. ഞാൻ 6 മണിക്ക് എണീറ്റു. പിന്നെ എനിക്ക് ചൈനീസ് വിസയുടെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓൺലൈനിൽ. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പോവാണ്. സി യു. ബൈ ബൈ. See you. ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി നമ്മുടെ ഹോട്ടലിൻ്റെ റിസപ്ഷൻ ഭാഗത്ത് ബ്രേക്ക്ഫാസ്റ്റ് ലോബിയിലോട്ട് പോവാണ്. ഈ ഒരു ഹോട്ടലിൽ ചൈനീസുകാരെ മാത്രമേ കാണാനുള്ളൂ. ഹോങ്കോങ്ങിലാണെങ്കിലും മെയിൻലാൻഡ് ചൈനയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ ധാരാളം ഉണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ റോയൽ പസഫിക് ഹോട്ടൽ. ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഭാഗത്തോട് വന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. 1 person. They have your room number, please. 2203. 2200. നമ്മൾ അവർ ഓൾറെഡി റൂം എഴുതി വയ്ക്കും. അതാണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ഇതാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ഹാർബർ ഏരിയ. ഹാർബറിലെ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരു ഭാഗത്തുനിന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ ക്രോസൻസ് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്. പിന്നെ ഈ കാണുന്നത് ബിച്ചർ മൂസ്ലിയാണ് കേട്ടോ. ഈ കാണുന്നത് മൂസ്ലി. പിന്നെ ഹാഷ് ബ്രൗൺസ്, ബ്രെഡ്, ഓംലേറ്റ്, പിന്നെ ഇവരുടെ കുറച്ച് നൂഡിൽസ് സംഭവങ്ങൾ. പിന്നെ ഇത് ഡംപ്ലിംഗ് ആണ് കേട്ടോ. ഡംപ്ലിംഗ് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമല്ലോ. നമ്മുടെ ഒരു ബണ്ണ് പോലത്തെ ഇരിക്കുന്ന ഒരു സാധനമാണ് ഡംപ്ലിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മുട്ട, പിന്നെ ബേക്കഡ് ബീൻസ്, സലാഡ്സ്, ഹാം, ഇതൊക്കെയാണ് ഇവിടെ ഉള്ള ഭക്ഷണങ്ങൾ. പിന്നെ യോഗട്ട്, പിന്നെ ഓറഞ്ച് ജ്യൂസും ആപ്പിൾ ജ്യൂസും. അപ്പോൾ ഞാൻ എന്തായാലും ഇനി പോയി ഭക്ഷണം എടുക്കട്ടെ, നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് എടുത്ത ഭക്ഷണങ്ങൾ. ഒരു യോഗട്ട്, മിൽക്ക്, സീരിയൽ, മ്യൂസ്ലി, കുറച്ച് ഫ്രൂട്ട്സ്, ക്രോസൻറ്റ്, പിന്നെ മുട്ട 2 കൂടെ എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങട്ടെ. എമ്മി ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കുകയാണ്. എമ്മി രാവിലെ അങ്ങനെ കഴിക്കുകയൊന്നുമില്ല കേട്ടോ. അതാണ് എമ്മിയുടെ സ്വഭാവം. പ്ലെയിൻ ക്രോസന്റ് കേട്ടോ. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു വന്നു. What? Oh, you are in toilet? Yeah. Wake up fast. അങ്ങനെ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. എൻ്റെ ചൈനീസ് വിസയുടെ മെയിൽ ഇതുവരെയായിട്ട് വന്നില്ല കേട്ടോ. ഞാൻ ചൈനീസ് വിസ നമുക്ക് അപ്ലൈ ചെയ്യാം. ഏത് രാജ്യത്തു നിന്നാണോ അപ്ലൈ ചെയ്യാം. ഇന്ത്യയിൽ നിന്ന് അപ്ലൈ ചെയ്യാം. ഇന്ത്യയിൽ തന്നെ കൊൽക്കത്തയിൽ നിന്ന് അപ്ലൈ ചെയ്യാം, മുംബൈയിൽ നിന്ന് അപ്ലൈ ചെയ്യാം, ഡൽഹിയിൽ നിന്ന് അപ്ലൈ ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ ഏത് രാജ്യത്തുനിന്ന്, പല രാജ്യങ്ങളുണ്ട്, ആ പല രാജ്യത്തു നിന്നും അപ്ലൈ ചെയ്യാം. പക്ഷേ അതിന് മുമ്പ് ഒരു ഓൺലൈൻ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യണം. അത് ഫില്ല് ചെയ്തിട്ട് അവർ അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് അവിടെ ഉള്ള ഏത് ഓഫീസാണ് നിങ്ങൾ വെച്ചത്, ഏത് രാജ്യത്തെ ഓഫീസാണ് വെച്ചത്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ചൈനീസ് വിസ എടുക്കാവുന്നതാണ്. 2 ദിവസമോ 4 ദിവസമോ, ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ 4 ദിവസം എക്സ്പ്രസ് വിസ, 7 ദിവസം നോർമൽ വിസ. പക്ഷേ ഇവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ ഇവിടുത്തെ എക്സ്പ്രസ് വിസ 2 ദിവസം എടുക്കുള്ളൂ. നോർമൽ വിസയ്ക്ക് ഒരു 4 ദിവസമൊക്കെ മിനിമം എടുക്കും. അപ്പോൾ അങ്ങനെയാണ് പരിപാടി. Osmo Action 5 Pro. നമ്മളങ്ങനെ മൈക്ക് വാങ്ങിച്ചു. ഈ കാണുന്ന DJ മൈക്ക്, ഇത് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ട് 1 മാസമായി. ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ മൈക്ക് വാങ്ങിച്ചത്. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ നോക്കി പഠിച്ച് ഷാബിയുടെ കൂടെ, നമ്മുടെ എമ്മിക്കുട്ടിയുടെ കൂടെ നോക്കി പഠിച്ച. കാരണം എനിക്ക് ഇതുവരെയായിട്ട് അറിഞ്ഞൂടാ. Emmy, let's test, okay? Hello. Hello, I'm here. I'm Emmy Kuti. How are you today, Bunny? You're Bunny. Hello, my friend Bunny. Come on, let's go. Yes, finally. Yes. Oh, I'm very happy. Cheers. Cheers.
ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്നത്, വാങ്ങിച്ചു വെച്ചു. അപ്പം ഇനി മുതൽ ഞാൻ ഉപയോഗിക്കും, എപ്പോഴും അല്ല വല്ലപ്പോഴും. രാവിലെ നമ്മൾ കുളിച്ചൊരുങ്ങി നമ്മുടെ ഇവിടുത്തെ കാഴ്ചകൾ കാണാനായിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ അവസാനം നമ്മളൊരു കോഫിയൊക്കെ വാങ്ങിച്ചിട്ട് ലെറ്റ്സ് ഗോ. Where are we going? Where are we going? Monster building. Monster building. Monster building. Monster building. Let's go. Monster buildingലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഉള്ള തിരക്ക് നോക്കിക്കേ. നമ്മളിപ്പോൾ മോണിസ്റ്റർ ബിൽഡിങ്ങിൽ പോകാനായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ എടുത്ത് പോവേണ്ടി വരും. മാത്രമല്ല ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയ ഐലൻഡിൻ്റെ പോപ്പുലേഷൻ എന്ന് പറയുമ്പം 7.5 മില്യൺ ആണ്. 7.5 മില്യൺ ആളുകളാണ് ഇവിടെ ജീവിക്കുന്നത്. മാത്രമല്ല ഇവിടുത്തെ ടൂറിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഒരു 3 മില്യൺ ടൂറിസ്റ്റുകൾ വരുമായിരിക്കും. ഡെയിലി എങ്ങനെ പോയാലും 19,000 ടൂറിസ്റ്റുകൾ ഇവിടെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട്. ടൂറിസ്റ്റുകൾ തന്നെ കൊണ്ട് ഈ രാജ്യം നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ്. രാജ്യമോ പ്രൊവിൻസോ എന്തോ ആവട്ടെ. നമ്മളങ്ങനെ മോണിസ്റ്റർ ബിൽഡിങ്ങിലോട്ട് പോകാനായിട്ട് പോവുകയാണ്. അതിനു മുമ്പ് ഞാൻ ഹോങ്കോങ്ങിലോട്ടുള്ള ചെറിയ ഒരു ഹിസ്റ്ററി പറഞ്ഞുതരാം. വലിയ ഹിസ്റ്ററി അല്ല, ചെറിയ ഹിസ്റ്ററിയാണ്. അതായത് ഹോങ്കോങ്ങും മെയിൻലാൻഡ് ചൈനയും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ട്. വലിയൊരു വ്യത്യാസം കൾച്ചറിലുണ്ട്, പിന്നെ ഇവിടുത്തെ ഭരണത്തിലുണ്ട്, ഇവിടുത്തെ ബാങ്ക് നോട്ടിലുണ്ട്, പിന്നെ എന്തിലൊക്കെയുണ്ട്. അപ്പം നമുക്ക് ട്രാഫിക് കാണിച്ചു തരാം. ഇവിടുത്തെ പ്രധാന സംഭവം എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി വെച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഈ ഒരു ചൈന ഈ ഒരു ഭാഗമില്ല എന്ന് പറയുമ്പോൾ ചൈനീസ് എംപയറിന്റെ കീഴിലായിരുന്നു 17-ാം നൂറ്റാണ്ടിലൊക്കെ. പിന്നീട് ബ്രിട്ടീഷുകാരും ഈ യൂറോപ്യൻ പവറൊക്കെ എല്ലാ രാജ്യത്തും പോയില്ലേ, കോളനൈസേഷന് വേണ്ടി പോയില്ലേ. ആദ്യം ട്രേഡിന് വേണ്ടി പോയി. അതുപോലെ അവർ ട്രേഡിന് വേണ്ടി ഈ ഒരു രാജ്യത്തും വന്നു. ഇവിടുത്തെ ചായപ്പൊടിയൊക്കെ കൊണ്ട് ഇവിടുത്തെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചായപ്പൊടിയൊക്കെ കച്ചവടം ചെയ്യാൻ വേണ്ടി അവർ കപ്പൽ മാർഗം ഇവിടെ വന്നു. അവർ ഹോങ്കോങ് ആണ് ആദ്യം ബേസ് ആക്കിയത്. ചൈനീസ് രാജാക്കന്മാർ അവർ നല്ലതുപോലെ എന്താ പറയുക അവർ വിളിച്ചു വരുത്തി. പക്ഷെ പിന്നീട് അതിനുശേഷം ഇവർ ഓപ്പിയം ഇതിന് പകരമായിട്ട് ബദലായിട്ട് ചൈനയിലോട്ട് ഓപ്പിയം കയറ്റുമതി തുടങ്ങി. പിന്നെ ഓപ്പിയം കയറ്റുമതി തുടങ്ങി കുറേ നാളായപ്പം ചൈനീസ് ഇവിടുത്തെ പണ്ടത്തെ രാജവംശക്കാരെ തന്നെ ഇവരെ എല്ലാവരെയും അടിച്ചു പുറത്താക്കി. അങ്ങനെ ബ്രിട്ടീഷുകാർ പോയി. പിന്നെ ബ്രിട്ടീഷ് കോളനിയൊക്കെ അവരെ അടിച്ചു പുറത്താക്കി. ബ്രിട്ടന് അടിച്ചു ഓടി. പക്ഷെ ബ്രിട്ടൻ ഓടിയെങ്കിലും ബ്രിട്ടൻ എന്താ പറയുക, ബ്രിട്ടൻ്റെ അന്ന് നേവിയൊക്കെ ഉണ്ടല്ലോ. 19-ാം നൂറ്റാണ്ടിന് മുൻകാലഘട്ടത്തിലായിരുന്നു ഈ പരിപാടിയെല്ലാം നടന്നത്. ബ്രിട്ടൻ അവരുടെ നേവിക്കാരെ എല്ലാവരെയും കൊണ്ടുവന്നിട്ട് ബ്രിട്ടൻ തിരിച്ച് ചൈനയെ ആക്രമിച്ചു. ചൈനീസ് കിങ്ഡത്തിനെ ഫുള്ളായിട്ട് ആക്രമിച്ചു. അപ്പോൾ ചൈന അതിൽ അങ്ങ് വീണു. പിന്നെ വീണ്ടും ബ്രിട്ടീഷുകാർ ആ ഫുള്ള് ഹോങ്കോങ്ങിന്റെ കൺട്രോൾ ബ്രിട്ടീഷിന്റെ അണ്ടറിലായി. മുമ്പ് ബ്രിട്ടീഷിന്റെ അണ്ടറിൽ ഫുള്ളായിട്ട് കൺട്രോൾ ഇല്ലായിരുന്നു. പിന്നെ അതിനുശേഷം വേൾഡ് വാർ സെക്കൻഡിന്റെ സമയത്ത് ജപ്പാന് യുദ്ധം തുടങ്ങിയപ്പോൾ ജപ്പാന് ആ ഭാഗങ്ങളെല്ലാം പിടിച്ചെടുത്ത് ഹോങ്കോങ് ജപ്പാന്റെ കൺട്രോളിലായി ഏകദേശം 3 വർഷത്തോളം. പക്ഷെ 3 വർഷത്തിന് ശേഷം വീണ്ടും ബ്രിട്ടീഷുകാർ വെറുതെ വിട്ടില്ല. പോസ്റ്റ് വാറിന് ശേഷം യുദ്ധത്തിന് ശേഷം വീണ്ടും ബ്രിട്ടീഷുകാർ വന്ന് അവിടെ അടിച്ചു ഇതാക്കി. പിന്നെ ഏകദേശം 1800 കാലഘട്ടത്തിന് ശേഷം 1980 കാലഘട്ടത്തിന് ശേഷം ലോകത്ത് എന്താ പറയുക വേറെ പല സംഭവങ്ങളൊക്കെ വന്നപ്പോൾ പിന്നെ ബ്രിട്ടീഷുകാർ ഈ കോളനികളെല്ലാം സ്വതന്ത്രമാക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ അവർ ചൈനയ്ക്ക് കൊടുക്കുകയാണ് ഉണ്ടായത്. പക്ഷെ ചൈനയ്ക്ക് കൊടുത്തപ്പോൾ അവരുടെ കരാർ 1997 കരാറിന്റെ പ്രകാരം ഒരു രാജ്യം 2 സിസ്റ്റം എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ ഒരു കരാർ 50 വർഷത്തേക്ക്. അതായത് ചൈന ഹോങ്കോങ്ങിനെ പിടിക്കുകയാണെങ്കിലും ഹോങ്കോങ്ങിന് വേറൊരു അഡ്മിനിസ്ട്രേഷൻ കൊടുത്തുകൊണ്ടുള്ള ഒരു നിലപാട്. പിന്നീട് ഏകദേശം ഈ ഒരു 2019-2020 കാലഘട്ടത്തിലൊക്കെ ചൈന ഫുള്ളായിട്ട് ഹോങ്കോങ്ങിനെ പിടിച്ചെടുക്കാനുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നടന്നില്ല. അപ്പം 2047 ആകുമ്പോഴേക്കും ഈ ഒരു ബ്രിട്ടൻ്റെ ഈ ഒരു പരിധി തീരും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചൈന മുഴുവനായിട്ട് ഹോങ്കോങ്ങിനെ എന്താ പറയുക അവരുടെ കൂടെ ലയിപ്പിച്ചിട്ട് ഒറ്റ കൺട്രി ഒറ്റ സിസ്റ്റമാക്കി മാറ്റിയേക്കാം. അപ്പം നമുക്ക് നേരെ നമ്മുടെ മോൺസ്റ്റർ ബിൽഡിങ്ങിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. രാവിലത്തെ ഇവിടുത്തെ തിരക്ക് ഉണ്ടോ? നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നാൽ ചിലപ്പോൾ നമുക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ നമുക്ക് വില കുറച്ച് വാങ്ങാനായിട്ട് സാധിക്കും. അല്ലാതെ ഈ ഒരു 7-Eleven പോയാലും അവിടെയും ആക്ച്വലി ഭക്ഷണ സാധനങ്ങൾ കൂടുതൽ വിലയ്ക്കാണ് കേട്ടോ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുന്നത്. നമ്മളിനി നേരെ സബ്വേയിലോട്ട് പോയിട്ട് ഹോങ്കോങ് ഐലൻഡിലോട്ട് പോവാണ്. ഹോങ്കോങ് ഐലൻഡിൽ പോയിട്ട് വേണം നമുക്ക് നമ്മുടെ മോൺസ്റ്റർ ബിൽഡിങ്ങിലോട്ട് പോകാൻ. മോൺസ്റ്റർ ബിൽഡിങ് എന്തുകൊണ്ടാണ് ഫേമസ് ആണെന്ന് വെച്ചാൽ അത് ഞാൻ അവിടെ മോൺസ്റ്റർ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് പറഞ്ഞുതരാം. അതല്ലേ ഏറ്റവും നല്ലത്. ഇവിടെ ഒരു സിറ്റിയുടെ നടുക്കായിട്ട് ഒരു വലിയൊരു ജയന്റ് പാർക്കാണ്. അത് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കൂടുതലും ടൂറിസ്റ്റുകളാണ് കേട്ടോ ഈ ലഗേജൊക്കെ കൊണ്ടുപോകുന്ന ഈ ട്രോളിയൊക്കെ തൂക്കിക്കൊണ്ട് പോകുന്നത് ടൂറിസ്റ്റുകളാണ്. ഞാൻ പറ്റും ഈ മോൺസ്റ്റർ ബിൽഡിങ്ങിലൊക്കെ പോയിട്ട് ഇവിടുത്തെ ഒരു ലോക്കൽ ലൈഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടുത്തെ
ഈ ഒരു മെട്രോയിൽ തന്നെ, ഇവിടുത്തെ മെട്രോയിൽ തന്നെ എന്താ തിരക്ക് നോക്കിയേ, ഭയങ്കര തിരക്കാണ്. ഇതിന് MRT എന്നാണ് ഇവർ പറയുന്നത്. എനിക്കൊന്ന് മോണോ റെയിൽ സർവീസ് അതിനെ വല്ലതായിരിക്കും കേട്ടോ MRT എന്ന് പറയുന്നത്. ഇവിടെ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ക്യൂവിലിരിക്കും. നമുക്കിത് അലിപേ എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനത്തെ കുറച്ച് ഉപകാരമൊക്കെ ഉണ്ട്. ലെറ്റ്സ് ഗോ. You speak Malayalam. Why you don't speak Malayalam? Malayalam. Yeah. Funny. Let's go. No, you speak another good word, not bad word. Good word. Yeah. Funny. And Mali. ആ വാക്ക് വേറെയാണ് കേട്ടോ, അത് വേറെ അഴുക്ക വാക്കാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. സ്പീക്ക് ഗുഡ് വേർഡ്, നോട്ട് ബാഡ് വേർഡ്. Something good. Very good word. You tell me this word. I teach you today. Yeah? I will teach you today. Nani, okay. I teach you more today, okay? Okay. നമ്മളെ മെട്രോ ഈ കാണുന്നതാണ് MRT സിസ്റ്റം. എന്ത് ആൾക്കാരാ ഇവിടെ. നമ്മൾ നമ്മുടെ മെട്രോയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ പോകുന്നത് നമ്മുടെ കോറി ബേ ഭാഗത്താണ്. കോറി ബേയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കോറി ബേയിൽ നമ്മൾ ഇറങ്ങിയിട്ട് മോൺസ്റ്റർ ബിൽഡിങ്ങിലോട്ട് പോവാം. ഈ കാണുന്നത് ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, വലിയ ടൂറിസ്റ്റിക് ഏരിയ അല്ല. പക്ഷേ ഈ മോൺസ്റ്റർ ബിൽഡിംഗ് കാണാനും മാത്രമായിട്ട് ധാരാളം പല ആളുകൾ പല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരാറുണ്ട്. ഈ കാണുന്ന ബിൽഡിങ്ങുകളൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, പഴയ ഒരു അപ്പാർട്ട്മെൻറ്റ് സമുച്ചയങ്ങളാണ്, റെസിഡൻഷ്യൽ ഏരിയകളാണ് ഈ കാണുന്നതെല്ലാം. പുറത്ത് ആളുകൾ തുണിയൊക്കെ ഉണക്കാൻ വേണ്ടി ഇട്ടേക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഈ കാണുന്നത് ഇവിടുത്തെ ട്രെയിനാണെന്ന് തോന്നുന്നു, മെട്രോ പോലത്തെ ട്രെയിനാണ്. കൊള്ളാം. What is that, Emmy? Thinking fast. What does it mean? Ding ding like this. Here. Ding ding. Yeah, ding Oh, bus. ding ding. Yeah, ding. Oh, so ding ding bus. Yeah. ഓ ഡിങ് ഡിങ് ബസ് എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത്. ഡിങ് ഡിങ് സൗണ്ട് ഇല്ലേ, അതുകൊണ്ട് ഡിങ് ഡിങ് ബസ് എന്നാണ് പറയുന്നത്. നമുക്ക് ലെറ്റ്സ് ക്രോസ്. വി ഹാവ് ടു ഗോ ദിസ് വേ. Okay. നമ്മൾ ഇനി ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തോട്ട് പോവാം. ഇവിടെ ഒരു ലോക്കൽ മാർക്കറ്റാണ്, വില കുറഞ്ഞ സാധനങ്ങളൊക്കെ വിൽക്കുന്നത്. ഈ ഒരു പഴത്തിന് 19, അതായത് 220 രൂപയൊക്കെ വരും. ഇവിടെ തന്നെ പല തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ കാണാൻ സാധിക്കും. 600 രൂപ അടുപ്പിച്ച് വരും. ഈ കാണുന്ന ഒരു നമ്മുടെ വാട്ട് ഈസ് ദിസ് ഇംഗ്ലീഷ്? Grape. യാ ഗ്രേപ്സ്. Yeah. യെസ്. ഇവിടെ ആപ്പിളുകൾ, ഇവിടെ ഫുള്ള് പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും മാർക്കറ്റാണ്. ഈ കാണുന്ന റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഈ കാണുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതെല്ലാം ഇവിടേക്കാണ് കേട്ടോ ആളുകൾ താമസിക്കുന്നത്. ഇത് ഏകദേശം ഒരു 16-17 നിലകളിലായിട്ട് ഈ ഒരു ബിൽഡിങ്ങുകളെല്ലാം വരും. ഒരു ഫ്ലോറിൽ തന്നെ 10-30 ഫ്ലാറ്റുകളൊക്കെ ഇവിടെ ഒരു ഫ്ലോറിലായിട്ട് 10-30 അപ്പാർട്ട്മെൻറ്റുകളും 10,000-ഓളം ആളുകളാണ് കേട്ടോ ഇവിടെയൊക്കെ താമസിക്കുന്നത്. അതിൻ്റെ താഴത്തുള്ള ഒരു ഭാഗമാണ്, നല്ല രസമുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇവിടെ ഉള്ള ആളുകളെല്ലാം താമസിക്കുന്നത്. എമ്മിക്കുട്ടി അവിടെ പൂച്ചയെ പോയി തലോടയ്ക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഫ്ലാറ്റിൻ്റെ അകത്ത് കയറാനായിട്ടുള്ള അനുമതി കിട്ടിയാൽ നന്നായിരിക്കും. ഹൗ യു സേ കാറ്റ് ഇൻ മിനി? Mommy. Yeah, mommy. In Chinese? In Chinese, mommy. Mommy? Yeah. Mommy. നമ്മൾ പോകുന്നത് ഹിങ്ചുങ് ബിൽഡിങ്ങിലാണ്, നമ്മുടെ മോൺസ്റ്റർ ബിൽഡിംഗ് അത് തൊട്ടപ്പുറത്തായിട്ടാണ്. ഈ കാണുന്നതൊക്കെ ഓരോ ബിൽഡിങ്ങുകളുടെ നടുക്കത്തെ സമുച്ചയങ്ങളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഇവിടെ ധാരാളം ഇന്ത്യൻ നേഷ്യൻസ് പണിക്കാരായിട്ട് വരുന്ന ഫിലിപ്പീൻസുകാർ അവരൊക്കെ ഇതുപോലുള്ള ഫ്ലാറ്റുകളിൽ താമസിക്കാറുണ്ട്. ഇതാണ് നമ്മുടെ മോൺസ്റ്റർ ബിൽഡിംഗ്. ഹബീബി, ദിസ് ഈസ് മോൺസ്റ്റർ ബിൽഡിംഗ്. I don't know. Yes, this one. This is Ikchung, yes. Yeah, I follow you. നമ്മൾക്ക് ഒന്നും അറിഞ്ഞൂടാ. ഞാൻ മോൺസ്റ്റർ ബിൽഡിങ്ങിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ നിങ്ങൾക്ക് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഭയങ്കര പ്രസിദ്ധമാണ് കേട്ടോ ഈ കാണുന്ന ബിൽഡിങ്. ഇതുപോലുള്ള ഒരു 16-17 നില കെട്ടിടങ്ങളായിട്ടുള്ള ബിൽഡിംഗ് ആണ് മോൺസ്റ്റർ ബിൽഡിംഗ് എന്ന് പറയപ്പെടുന്നത്. ചോദിക്കാണ്. You can speak Chinese. Where are you from? I'm from Korea. Wow, so cute. Sorry.
We want to find the monster building. Monster building. This one. This one. Yeah. Okay, thank you. Thank you. 안녕하세요. 안녕하세요. 감사합니다. 감사합니다. See, I told you. You don't know anything. So cry. അപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് ആണ്. ഇതിൻ്റെ അകത്തോട്ട് അക്സസ് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. ഇവിടെ കുറേ ആളുകൾ താമസിക്കുന്നുണ്ട്. ഫേമസ് ആവാൻ കാരണം പിന്നീട് എന്താ പറയുക, ഇത് 1960 ഈ ബിൽഡിംഗ് പണിതത്. പിന്നീട് 1960 ശേഷം ധാരാളം ആളുകൾ സ്ഥിരതാമസമാക്കിയ ഒരു സ്ഥലവും കൂടിയാണ്. പിന്നീട് കുറേ ഇവിടെ കൂടുതൽ അർബണൈസേഷനൊക്കെ വന്നപ്പം ബ്രിട്ടീഷുകാർ ഇവിടെ വെസ്റ്റേൺ ഭരണം ഉണ്ടായതുകൊണ്ടാണ് കൂടുതൽ അർബനൈസേഷൻ ആയത്. പിന്നീട് കുറേ ആൾക്കാർ പാവപ്പെട്ടവരൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലമായി. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ചൈനയിൽ കമ്മ്യൂണിസം വന്നപ്പം കുറേ ആൾക്കാർ കമ്മ്യൂണിസത്തിനെ പേടി പൈസ ഉള്ള കുറേ ആൾക്കാർ ഹോങ്കോങ്ങിൽ വന്നു കേട്ടോ. ഹോങ്കോങ് ആദ്യം പാവപ്പെട്ട ഒരു കൺട്രി ആയിരുന്നു. പിന്നീട് അവർ എന്താ പറയുക, ഈ ചൈനയെ അവർ ഫുള്ള് ക്ലോസ് ചെയ്തു. കാരണം അവർ കൊറിയയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കൊറിയൻ വാറിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ചൈനയെ അവരെല്ലാവരെയും ബന്ദിയാക്കിയപ്പോൾ പിന്നെ ഹോങ്കോങ് സ്വന്തമായിട്ട് ഇലക്ട്രിക് രംഗത്തും കൂടുതൽ ഫാക്ടറികളൊക്കെ തുറന്ന് കൂടുതൽ സംഭവങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ ഹോങ്കോങ് ഇന്ന് ഈ കാണുന്ന വലിയ നിലയിൽ എത്തിപ്പെട്ടത്. ഈ ഒരു മോൺസ്റ്റർ ബിൽഡിങ്ങിൻ്റെ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ധാരാളം കടകളാണ്. ഇതൊക്കെ പണ്ടത്തെ പച്ചക്കറി കടകളും സംഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് ഇത് വലിയ വലിയ നല്ല പോലത്തെ കോഫി ഷോപ്പുകളും സംഭവങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇതൊരു ടൂറിസ്റ്റ് ഏരിയയും കൂടി ആയി മാറിയല്ലോ ചെറുതായിട്ട്. ഇത് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഈ കാണുന്ന സ്ഥലത്ത് നിന്ന് ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മൾ പാടുപെട്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ മറ്റുള്ള ആളുകൾ ഇതാണ്ട് കുറേ പേര് കപ്പിൾസൊക്കെ ആയിട്ട് വന്നിട്ട് ഫോട്ടോ എടുക്കുന്ന കാഴ്ചയാണ് കേട്ടോ. ഇവിടെ സത്യം പറഞ്ഞാൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ബിസിനസ് നല്ലതുപോലെ ആരെങ്കിലും ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ വിജയിക്കും കേട്ടോ. അത്രയ്ക്ക് ആളുകളാണ് വന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എമ്മിക്കുട്ടി അതിൻ്റെ അകത്ത് ഓൾറെഡി കയറി പോവാണ്. ആരെടുത്തെങ്കിലും ഇതിൻ്റെ വീട്ടിൻ്റെ അകത്ത് താമസിക്കുന്ന ആരെടുത്തെങ്കിലും ചോദിച്ചിട്ട് നമ്മൾ ഉള്ളിലോട്ട് കയറാനുള്ള എമ്മിക്കുട്ടിയെ കൊണ്ട് ചോദിപ്പിക്കുവാണ് ഞാൻ നമുക്കുള്ളിലോട്ട് കയറാൻ പറ്റുമെന്ന്. 这个区域就行。哦，我们已经拍完照了，想上去参观一下，跟你就是上楼看一圈。不能上去的，不能上去。天台不能上去，然后上面也没有其他能开的地方，我们就是普通的住下。行，我们能转一圈吗？跟你进去，然后就下来。你得问那个，不是问我。哦。你得问那个管理处，不是问我。我们可以跟你上去吗？谢谢。我要回家，我不是。It's okay, it's okay. 你要问他们。哦，我知道，我知道。谢谢。What did you say? 谢谢。嗯。啊？根据我才举杯。啊，你好。我们就看一下，就下来。菜留来花钱了哦，不行，啊不能上。啊！ no 了，谢谢谢谢谢谢。 We go 1 minute and come. ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു സ്ഥലം കണ്ടത്. ഇവിടെ ഒരു ഖുർആൻ ലേണിംഗ് സെന്ററും മദ്രസ തലീമുൽ ഫുർഖാൻ ഇസ്ലാമിക് സെന്ററാണ്, ഒരു പള്ളിയാണ്. അസ്സലാമു അലൈക്കും. वालेकुम सलाम। Which language you speak? उर्दू। उर्दू. आप किधर से हो? हम पाकिस्तान से। पाकिस्तान से। पाकिस्तान से। आप पैदा इधर हुआ? हमारी पैदाइश इधर की। पैदा इधर हुआ। So आपका मम्मा बाप सब पाकिस्तान से आया पहले? सारा पाकिस्तान। इधर कौन लोग रहता है? इधर मॉन्स्टर बिल्डिंग ऐसा बोलता है ना? हाँ, मॉन्स्टर बिल्डिंग। यहाँ पर ज्यादातर लोकल यहाँ के जो चाइनीज है ना, हाँ। यहाँ पर ये लोकल चाइनीज रहने वाले लोग रहते हैं। हमारे लोग इंडिया, पाकिस्तान, बांग्लादेश, श्रीलंकन, तो ये भी रहता है यहाँ पर ज्यादातर। और ज्यादातर जो आबादी है इनका अपना लोग है, चाइनीज लोग है, इनका अपना लोग है। क्यों इधर इतना फेमस है? पहले भी इतना फेमस था? पहले इतना फेमस नहीं था। यहाँ पर एक मूवी बनी थी, शायद मुझे कंफर्म नहीं है, लेकिन हॉलीवुड मूवी। हाँ, हॉलीवुड मूवी बनी थी। वो उस वक़्त इन तमाम बिल्डिंग को इन्होंने सील किया था और बहुत ज़्यादा उसमें तकरीबन मेरा ख्याल है कुछ 1 वीक के लिए इन्होंने यहाँ पर रेंट पर कुछ जगह भी ली थी, तो रेंट भी दिया था। तो जगह जगह से ये जो है इनको कर रहे थे, कवर कर रहे थे। तो ये मूवी जब से बनी थी वो वायरल बहुत ज़्यादा हो गई थी, तो इस वजह से फिर यहाँ पर ये टूरिस्ट आने लगे बहुत ज़्यादा। तो यहाँ पर वीडियोस वगैरह बनाना, पिक्चर वगैरह बनाना, तो ये सब स्टार्ट हो गया। अब तो रोज़ का काम है। देखें पहले संडे को होता था,
अब रोज ही इधर संडे होता है। सभी दिल ഇവിടെ കണ്ടല്ലേ रोज संडे बहुत होता लोग है, हैं ना इधर पूरा बहुत ज्यादा। यहाँ पर ये टिकटॉकर, यूट्यूबर और बहुत सारे लोग आते हैं यहाँ पर अपनी वीडियोस और फोटोज वगैरह बनाते हैं, तो बहुत फेमस हो गया ये। हम यहाँ पर चूंकि खुद रहते हैं तो हमने कभी यहाँ पर पिक्चर या वीडियो नहीं बनाई, नहीं लोगों बनाया। को देखते हैं भाई क्या बात है, ये क्यों आते हैं, लेकिन थोड़ा सा सर्च किया तो वो उस वजह से ना, मूवी की वजह से बहुत वायरल हो इधर गया। ട്രാൻസ്ഫോമേഴ്സ് മൂവി बना दिया था हाँ, हाँ। ട്രാൻസ്ഫോമർ और ഏജ് ഓഫ് എക്സ്റ്റൻഷൻ അങ്ങനെ കുറച്ച് മൂവീസ് ഇവിടെ ഹോളിവുഡ് മൂവി ഇംഗ്ലീഷ് മൂവികളും ആക്കിയിട്ടുണ്ട് हाँ। മൂവി का वजह से बहुत फेमस हो गया बहुत हो गया इस वजह से। बहुत धन्यवाद आपको Okay, मिलके thank you. बहुत अच्छा लगा आपका नाम मेरा नाम मोहम्मद शेर जमान। मोहम्मद शेर सवार इधर बहुत लोग हैं क्या मुस्लिम लोग हाँ, मुस्लिम लोग हैं। पाकिस्तान से ज्यादा पाकिस्तान में ये इंडोनेशिया के ज़्यादा हैं, पाकिस्तान के हैं, इंडिया के हैं, श्रीलंकन मुस्लिम, नाइजीरिया, अरब कंट्रीज़ जैसे सऊदी अरबिया हो गया, अब दुबई हो गया, हाँ और भी बहुत सारे ममालिक हैं जिनके भी मुझे नाम नहीं आते, ओके ओके बहुत ज़्यादा, काफ़ी ज़्यादा। बहुत शुक्रिया बहुत शुक्रिया thank आपको मिलेगा अस्सलाम वालेकुम बहुत शुक्रिया थैंक यू सो मच ओके you understand something did you understand something did you understand something I don't know. did you understand No, no No. why no I don't understand anything. he say before it's not very famous but now very very famous Yeah. because movie english Yeah, movie yeah. yes Yes. no What is? ah yes almost not million followers some Hello. how are you Yeah, I'm good. I'm good. Where are you from? Hong Kong is lovely city. Everyone come to Hong Kong, please. I love Hong Kong. ഓക്കെ ഓക്കെ പുള്ളിക്കാരൻ എൻ്റെ യൂട്യൂബ് വഹിക്കുകയാണ് Yep. ഹിച്ചൈക്കിങ് അടിക്കുമ്പോൾ ഹിച്ചൈക്കിങ് ഗേറ്റ് ടു ഗാലക്സി ആണ് എപ്പോഴും വരുന്നത് കേട്ടോ ഹിച്ചൈക്കിങ് നൊമാഡ് എപ്പോഴും വഴൂല ദിസ് ഈസ് മീ Yo, follow him. Follow him. Everyone. താങ്ക് യു follow. സിസേ കേട്ടോ അവന് കറങ്ങാൻ വേണ്ടി വന്നതാണ് ലിവർപൂളുകാരനാണ് പക്ഷെ ചൈനക്കാരനാണ് ലിവർപൂളിൽ താമസിക്കുന്ന ഒരു പുള്ളിയാണ് ഇവിടെ ഇങ്ങനെ വെറുതെ ടൂറിസ്റ്റിനെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ആളുകൾ വന്ന് ഫോട്ടോ എടുക്കുന്നത് നമ്മൾ കുറേ നേരമായിട്ട് ഇങ്ങനെയുള്ള ഡോറിൻ്റെ അടുത്ത് നിൽക്കുകയാണ് ഏതെങ്കിലും ലോക്കൽസ് ആളുകൾ പോകണമെങ്കിൽ അതിൻ്റെ കൂടെ കയറി പോകാൻ പറ്റുമെന്ന് പക്ഷേ പറ്റുന്നില്ല കാരണം എല്ലായിടത്തും ആളുകളുണ്ട് ദാ ഇതിൻ്റെ അകത്തോട്ടൊക്കെ അവിടെ നമ്മൾ സെക്യൂരിറ്റി ഉണ്ട് അതാണ് വേറെ പ്രശ്നം आप कैनोनीज बात कर सकते हैं是他们不上去， नहीं नहीं आप बोलोगा क्या 跟你们一块儿。不是的，只有我朋 आपको 友来找我。 कैनोनीज बात करने के लिए मालूम है 他是巴 नहीं बस उर्दू बात करता है 他们还没 ये 聊 मेरा 天， channel 我听应该是。 यस ഓക്കെ 我们接下来去哪里打？ ഈ കാണുന്ന ഭാഗത്തൊക്കെ ഇവിടെ ധാരാളം ഫിലിപ്പീനോസും ഇൻഡോനേഷ്യൻസ് ഒക്കെ താമസിക്കുന്നുണ്ട് ഇവിടെ ഫിലിപ്പീൻ ഇൻഡോനേഷ്യൻ പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ അവൈലബിൾ ഹലോ വേർ ആർ യു ഫ്രം Philippines. ഫിലിപ്പീൻ യു ലിവിംഗ് ഹിയർ No, no, no. Just working. യുവർ ഹൗസ് ഹിയർ No. ആ ഓക്കെ 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 Bye. ബൈ അവർ ചീറ്റിപ്പോയി കേട്ടോ ഇവിടെ ഫിലിപ്പീൻസുകാരുടെയും ഇതാണ്ട് ഇന്തോനേഷ്യക്കാരുടെയും ഒക്കെ സ്ഥലമാണ് കേട്ടോ സാധനങ്ങൾ പിന്നെ ഇന്ത്യക്കാരുടെയും ഇവരുടെയൊക്കെ ഏഷ്യൻസിന്റെ കുറേ സാധനങ്ങൾ ഹലോ വേർ ആർ യു ഫ്രം യു ലിവിംഗ് ഹിയർ No, പാകിസ്ഥാൻ വേർ യു ലിവിംഗ് I live in Taiwan. ഇൻ തായ്വാൻ Taiwan. Taiwan, where is that? It's at the This other part station. of Hong Kong. Oh, okay. It's the same building like this? No, it's government housing, public housing. Ah, public houses. What do you do here? We are reading mosque here, like Quran. Oh, you are studying Quran? Yes, Oh, how long you are studying? I've been studying for 10 years now. Oh, 10 years. Oh, what's your name? My name is Mohammed Sahid. So many students study here? Yes. So you are studying from last 10 years? Yes. But you go to school as well? Yes, I go to school as well. Oh, okay. So you staying in, you born here in Hong Kong? Yes, I'm born in Hong Kong. So you have Hong Kong passport? Yes. Oh, okay. So you speak Cantonese? Yes, I know how to speak You Cantonese. speak Cantonese and you speak Urdu as well? Okay. Your mother tongue is Urdu? Yes. Ah, okay. Nice to meet you. Any one of you guys? Hello, assalamu Yes. alaikum. You're very shy.
Yes. Why you are shy? I don't know. Any people living here, you know, in this building? No, I don't know. Oh, his brother. Can we come to meet your brother? No? Yes. He's at work, he said. Oh, we Yes. want to see upside, you know. Oh, yes. We would love to go and see upside. Yes. നമ്മൾ Where are you from? What do you think? Bengal. Bengal, Malaysia? No? No, India. Yes, India. Oh, nice. You know Kerala? Yes. You know Kerala? Kerala Blasters? Yes. You know Kerala? How you know Kerala Blasters? Because I watch football. You watch football. Kerala Blasters is very nice, right? Very good fan base. Yeah, very good fan base. Kerala Blasters. Yeah, I'm from Kerala Blasters land. Come to Kerala. Okay. One time. Nice to meet you guys. Thank you. Thank you so much. Thank you. Bye bye. What's your YouTube channel? Hitchhiking nomad. Huh? Hitchhiking nomad. You can type. In your job or Yeah, my job just traveling. Only travel. Please type in your name. Yes, I can write your job? What's your account? hitchhiking nomad. H-I H-I-T-C-H. TCH. First one. Yes, that one. TCH. Thank you. Oh, welcome. Thank you so much. Nice to meet you. Pakistan? No Pakistan. Malaysia? No Malaysia. India? Yes, India. Oh, okay. Yes. Hello, ഭയങ്കര cute. You work here? Yeah, about DH here Oh. in Shatin. Where are you from? Philippines. Philippines. How many years you are here? 9 months. 9 months. How is Yes. Hong Kong? That's good. The people is good also. People very nice. Yes, very nice. And the place is very nice. Oh, you live where? Where you live? In Shatin. It's near? No, it's far. Oh, okay. Nice to meet you. Thank you. Bye. Shabi, lot of fans. Shopee. You shut up. Only shut up. You shut There are up. many fans. Let's I am go very to famous. Wangzhou. Guangzhou? Yeah, let's go to Wangzhou. To do what? Mongko Station. Mango Station. Yeah, Let's Mongko go. Station. Let's go. Let's go. ഇവിടെ എല്ലാ വഴിയോരങ്ങളിൽ ചൈനീസ് ഉപ്പന്മാർ ഇവരുടെ കാർഡ് എന്തോ കളിക്കുവാണ്. ഹലോ. Oh, what is this? Xiangxi. Shangxi? Yeah. Oh, okay. What they are playing? Game? Yes. It's in mainland China also? It's in mainland also? Yeah, traditional Chinese traditional game. Okay. ചൈനയിലെ ട്രഡീഷണൽ ഗെയിമാണ് ഈ കാണുന്നത്. ഇവിടെ ചെസ് പോലെ ബുദ്ധിയുള്ളവർക്ക് മാത്രം കളിക്കാൻ പറ്റുന്ന ഗെയിമാണെന്ന് കണ്ടിട്ട് തോന്നുന്നുണ്ട്. ഓക്കെ, ബൈ. ശിശേ. ഇവിടെ ആളുകൾ താണ്ട് ഉടുപ്പില്ലാതെയൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ സമ്മർ സമയമാകുമ്പോൾ ചൈനക്കാർ വയറുള്ള ആളുകളെല്ലാം ഉടുപ്പൂരിയിട്ട് ഇങ്ങനെ നടക്കും, അല്ലെങ്കിൽ ഈ വയറിന്റെ മുകളിൽ ഇങ്ങനെ വെക്കും. അവിടെയും പാർക്കിൽ ഇരുന്ന് കളിക്കുന്ന കാഴ്ച ഉണ്ട്. Pushing she? Like. Just. Yeah, How I say I love you, Waini? In Hong Kong, local. Hei Feng Lei. ബോയിനി എന്നാണ് ചൈനയിൽ ഐ ലവ് യു എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഹെഫുങ്ലെ എന്നാണ് കേട്ടോ പറയുന്നത്. കാൻഡോണീസ് ഭാഷയിൽ കാൻഡോണീസ് ഭാഷ വ്യത്യാസമാണ് കുറച്ച്, പക്ഷേ എഴുത്ത് സെയിം ആണ്. നമ്മുടെ മാൻഡറിൻ നോർമൽ മെയിൻലാൻഡ് ചൈനയിലുള്ള എഴുത്താണ് ഇവിടെ നമുക്കുള്ളത്. നമ്മൾ മെട്രോ എടുത്തിട്ട് അടുത്ത സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട്. മോങ്കോക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടാണ് വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ മോങ്കോക്ക്. ഇവിടെ എല്ലാ ആൾക്കാരും നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ കാണുന്ന മോങ്കോക്ക്. എന്താണെന്ന് വെച്ചാൽ എനിക്കും അതറിയില്ല. ഇതാ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടോ? മോങ്കോക്ക് ഈ സ്റ്റേഷൻ്റെ ഇത് കിട്ടാൻ വേണ്ടി മാത്രം ആൾക്കാർ കുറേ പേര് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. Why this is very famous? Why it's famous? Because in this station have many location food. Yeah, and so many people to take a photo. Yeah, let's go. Like you? Yeah, like me. You don't want a photo? No. Why? Because I have
have so many people, so many photos in this. ആ ഓക്കെ ഓക്കെ. ഇവിടെ കുറെ അമ്മച്ചിമാരിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലേ. നല്ല രസമുണ്ട് കേട്ടോ. വെരി ബ്യൂട്ടിഫുൾ ഗേൾസ്, വെരി വെരി ബ്യൂട്ടിഫുൾ ഗേൾസ്. Yes, like me. നമുക്ക് ഇനി മെട്രോയിലോട്ട് കയറാം. ഇതിന് വേണ്ടി മാത്രം ഈ തൂണിൽ ചാരി നിന്ന് മാത്രം ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് കുറേ ആൾക്കാരുള്ളത്. ഇവിടെ തൂണിൽ ചാരി എന്നുള്ള ഫോട്ടോ എടുക്കുന്നു എല്ലായിടത്തും. ഇവിടെ എല്ലായിടത്തും ആളുകൾ നിന്നിട്ട് എന്തോ പരിപാടിയാണ്, എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. Why many people? I don't know. ഇവിടെ സിം കാർഡാണോ ഇവര്? Why they waiting over here? They're waiting to have their something. What something? From online buy They something. waiting. Oh, Yeah. okay, okay. Yeah. Let's go. ഇവരെല്ലാവരും പാക്കേജസ് വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. ഇതാ ഇതെല്ലാ ആൾക്കാരും ഇവിടെ ഡെലിവറിക്കാർ പാക്കേജ് കൊണ്ടുവരും. അങ്ങനെ വാങ്ങാൻ വേണ്ടി, അത് വാങ്ങാൻ വേണ്ടി മാത്രം ഇത്ര ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. കണ്ടോ ഓരോ സാധനങ്ങൾ. ഈ കുട്ടിയുടെ ബാഗ് ലുക്സ് സോ ബ്യൂട്ടിഫുൾ. Yeah. I don't know. I don't know this. ഇവരെല്ലാവരും ഇതിനു വേണ്ടിയാണ്. ഓൺലൈൻ കൊറിയർ വാങ്ങാൻ വേണ്ടി ഇങ്ങനെ മെട്രോ സ്റ്റേഷനിൽ വന്ന് നിൽക്കും. അതെന്ത് സംഭവമാണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ബാഗാണല്ലോ. എവ്രി വൺ ഹാവ് സെയിം ബാഗ്. എവ്രി പീപ്പിൾ ഹാവ് ദിസ് ബാഗ്. The same? ദിസ് Cartoon. Yeah. കാർട്ടൂണിന്റെ ബാഗുകളാണ് കേട്ടോ എല്ലാ ആൾക്കാരുടെ കയ്യിലും. ബാഗിൽ ഫുള്ള് കാർട്ടൂണിന്റെ ഇത് വെച്ചിട്ടുള്ള ഇതാണ്. Where we going? D3. Three. There? Yeah. Where? I can't see anything. ഇതാ കണ്ടില്ലേ, ഒരാൾ വന്ന് കാണിച്ചു കൊടുത്തു, അപ്പം തന്നെ പുള്ളിക്കാരൻ സാധനം കൊടുത്തു. അത്രയ്ക്ക് ഫേമസ് ആണോ ഈ കാണുന്ന സ്ഥലം? In this. We go here? Yeah. കാർഡ് നമ്മൾ അകത്തിട്ടിട്ട് പോയാൽ മതി. ഓ കണ്ടോ, ഇതാണ് കേട്ടോ, ഈ കാണുന്നതാണ് ഇവരുടെ ബാഗ്. ഇവിടെ എല്ലാ ആൾക്കാരും പാക്കേജും സാധനങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഓ ഇത് സ്റ്റിക്കർ വാങ്ങാൻ വേണ്ടിയാണ് കേട്ടോ കൂടുതൽ ആൾക്കാരും. ഐ തിങ്ക് മെനി പീപ്പിൾ ബൈ സ്റ്റിക്കർ, കാർട്ടൂൺ സ്റ്റിക്കർ. Yeah.